എന്താ രാമേട്ടാ? എന്തൊക്കെയാണ്? കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണല്ലോ. അവിടെ കാശ്മീര് എപ്പോഴും ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് അതാണ്. വിടാൻ വരുന്നുണ്ട്. ആ കയറി ഇരിക്കി, കയറി ഇരിക്കി. എവിടെയും പോയി ദിവസം വർത്താനം പറയണ. എന്നാ പട്ടാളത്തിൽ നിന്ന് വന്നത്? ഞാൻ പെണ്ണാന്ന് വന്നാണ്. ആണോ? അതെ. നിങ്ങൾ എന്നോ റിട്ടയർഡ് ആവേണ്ടതല്ലേ? റിട്ടയർഡ് 15 കൊല്ലം മുന്നേ ഞാൻ റിട്ടയർഡ് ആണ്ടിയാണ്. അപ്പം റിട്ടയർഡ് ആണ്ടി ചോദിച്ചാല് ഞാൻ റിട്ടയർഡ് ആകുന്നത് നമ്മൾ ഇന്ത്യയിലുള്ള ആർക്കും കണ്ടുകൂടാ. ഞാൻ അവിടുന്ന് പോന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. ആണോ? ചടി കാശ്മീരിന്റെയും ചൈനയുടെയും നടുവിലാ ഞാനിരിക്കും. ഇങ്ങോട്ട് നോക്കണം, ഇങ്ങോട്ട് നോക്കണം. അപ്പൊ ഞാൻ നടുവിൽ എന്റെ ആൾക്കാരൊക്കെ ഉണ്ട്, ആൾക്കാരുണ്ട്. അപ്പൊ ഇന്നെ അവിടെ നിർത്തുന്നുണ്ടാന്ന് വെച്ചാല് ആര് കടന്നാലും അപ്പൊ ഞാൻ വെടിവെക്കും. ശരി, അതാണ്. അപ്പൊ വെടി വെച്ചാൽ റെഡിയാ കൊടുക്കും. എങ്ങോട്ട് ഓടിയാലും ഞാൻ വെടിവെച്ചാൽ റെഡിയാക്കും. പിന്നെ അവരാശം ഒരു മിസൈല്, ഈ തോൾക്കുത്തി മിസൈല് കേട്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ തോളിന്റെ മുകളിൽ വെച്ചിട്ട് ഇവിടുന്ന് ഒരു മിസൈൽ ഇടും. ഒരു തീവ്രവാദി പെട്ടെന്ന് ഒരു മിസൈൽ അങ്ങോട്ട് ഒരു വിട്ടവിടരും. അപ്പൊ ഞാൻ നോക്കുമ്പോ ഒരു സാധനം ഇങ്ങനെ വരുന്നു. ഇവിടെ പാടാൻ കൂടില്ല. അന്നാണ് ഞാൻ മോന്തക്കര തട്ടിച്ചു കൊടുത്തു. ഇങ്ങോട്ടൊന്നും സാധനമില്ല, മോന്തക്കര തട്ടിച്ചു കൊടുത്ത് മിസൈൽ നേരെ തിരിഞ്ഞ് അങ്ങോട്ട് അവിടെ പോയി കൊടുത്തു. അവിടെ ഒരു ഭയങ്കര പേടി. അങ്ങനെ തോൾക്കുത്തി മിസൈലൊന്നും ഒരു വിടല്ല, ഭയങ്കര പേടിയാ. അപ്പൊ പിന്നെ ഞാൻ റിട്ടയർഡ് ആകാനിപ്പോ 2 ദിവസം ഉള്ളൂ. അപ്പം ഈ പാകിസ്ഥാനിൽ അവിടുത്തെ പ്രധാനമന്ത്രി വിളിച്ചു. അപ്പൊ നിങ്ങൾക്ക് അറബിയൊന്നും അറിയില്ല? ഉപരിനെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് വിളിച്ചു. എന്താ വെച്ചാല് നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോയി. ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ടേക്കല്ലേ നോക്കി കുത്തിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ വരും ചെങ്ങൾക്ക് അവിടെ ഇങ്ങോട്ട് നോക്കി കുത്തിരിക്കാൻ. അപ്പൊ ശമ്പളമൊക്കെ കൂട്ടിത്തരാം, എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം. ഞാനിവിടെ ഒരു വീടൊക്കെ ഉണ്ടാക്കി തരാം. ഞാൻ പറഞ്ഞു ഞാനില്ല, രാജ്യം വിട്ടിട്ട് അങ്ങോട്ടും ഇല്ല. അത് കഴിഞ്ഞൊരു 1/2 മണിക്കൂർ കഴിഞ്ഞുകൊണ്ട് ചൈനീസ് പ്രസിഡന്റ് വിളിക്കും. രാമൻ. അപ്പൊ ചൈനീസ് ഭാഷയൊക്കെ അറിയോ? എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലോ? അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല സാറേ, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. അവര് അങ്ങോട്ട് വിളിക്കുക. അങ്ങോട്ടേക്ക് ഒരു ശമ്പളം 5 ലക്ഷം ഒക്കെ തരാന്ന് തന്നെ വിളിക്കുക. അങ്ങോട്ട് അങ്ങനെ പോകാൻ പാടില്ല, നമ്മളെ നാട്ടോട്ട് പോവാ. പിന്നെ അപ്പൊ ഞാൻ ഭയങ്കര സന്തോഷത്തിൽ തുണിയൊക്കെ എടുത്ത് വെച്ച് ഇങ്ങോട്ട് ഒരാളുടെ പരിപാടി. അപ്പണ്ട് ഇവിടുന്ന് ഇങ്ങനെ കട്ട ഒച്ച. എന്താ? പ്രധാനമന്ത്രിയും പ്രസിഡന്റ് ഹെലികോപ്റ്ററിൽ വന്നിട്ട് അറിഞ്ഞ. എന്നിട്ട് എന്നോട് പറഞ്ഞു ആരംഭിച്ച രാമൻ. നിങ്ങൾക്ക് ഹിന്ദി അറിയോ? ഇല്ല, അറിയില്ല. അപ്പം ഓരിങ്ങനെ എന്നൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞിട്ടാല് ഇങ്ങനെ നിങ്ങൾ ഇവിടുന്ന് പോകരുത്, നിങ്ങൾ ഇവിടെ തന്നെ വേണം. കംനേഹിക്കു എന്ന് പറഞ്ഞാല് ഈ